നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം വേറൊരു നബി വരില്ല എന്ന് ഖുർആനിലുണ്ടോ? അഹമ്മദ് ഖാദിയാനി നബിയാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യമായി വന്നിട്ടുള്ളത്. മിർസ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനി ഒരിക്കലും തന്നെ നബിയല്ല, അയാൾ കള്ളപ്രവാചകനാണ് എന്നത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരെല്ലാവരും ഏകോപിച്ച കാര്യമാണ്. ഒരിക്കലും തന്നെ ഒരു പ്രവാചകനുണ്ടാകേണ്ട ഗുണവിശേഷണങ്ങളോ ഒരു പ്രവാചകനുണ്ടാകേണ്ട സ്വഭാവ വിശേഷണങ്ങളോ ഒന്നും തന്നെ മിർസ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനിക്ക് ഉണ്ടായിരുന്നില്ല എന്നത് അയാളുടെ ജീവചരിത്രം പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാചകന്മാരൊക്കെ അവരുടെ ചെറുപ്പം മുതൽക്ക് തന്നെ പാപസുരക്ഷരായിക്കൊണ്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. എന്നാൽ സ്വന്തം പിതാവിൻ്റെ സ്വത്ത് മോഷ്ടിച്ചും അതുപോലെ തന്നെ കട്ടുമൊക്കെ നാട് വിട്ടുപോയി പിന്നീട് പ്രവാചകനായിക്കൊണ്ട് കടന്നു വരുന്ന രീതി ഈ പറഞ്ഞ മിർസയെ പോലെയുള്ള ആളിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളിൽ നിന്നുമുള്ള ഒരു പുരുഷന്റെയും പിതാവായിട്ടില്ല, അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനും പ്രവാചകന്മാരിൽ അവസാനത്തെയാളുമാകുന്നു. അഥവാ ഖാത്തമൻ നബിയീൻ എന്നുള്ള പദപ്രയോഗമാണ് വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത്, അവസാനത്തെ പ്രവാചകൻ. ഇപ്പൊ ഖാത്തമ എന്ന് പറയുമ്പോൾ സീല് വെക്കുക എന്നൊക്കെ അർത്ഥത്തിൽ പറയാറുണ്ട്. അപ്പൊ പ്രവാചകൻ ശൃംഖലയ്ക്ക് ഏറ്റവും അവസാനമായി കടന്നു വന്നയാൾ എന്നുള്ള നിലക്കാണ് ഇവിടെ ഖാത്തമുൻ നബിയീൻ എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് അവസാനത്തെ നബി, ഇനി എൻ്റെ ശേഷം ഒരു നബിയും വരാനില്ല എന്ന് തന്നെ പറഞ്ഞത് കാണാൻ സാധിക്കും. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, ലൗ കാന ബഅദി റസൂല ലകാന ഉമറ. എൻ്റെ കാലശേഷം ഒരു നബി വരാനുണ്ടായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന് നബി പറയുമ്പോൾ നബിയുടെ കാലശേഷം ഇനി പ്രവാചകന്മാർ കടന്നു വരാനില്ല എന്നത് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് എന്ന് പറയുന്നത് അത് ലോകത്ത് അള്ളാഹുവിൽ നിന്നും അവതരിച്ച അവസാനത്തെ ശരീഅത്താണ്. ഇനി അതിനുശേഷം പുതിയൊരു ശരീഅത്ത്, ഒരു മതവും മതനിയമവും ഒക്കെ ഉണ്ടാകുക എന്ന് ആരെങ്കിലും വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഖാദിയാനിയെ പോലെയുള്ള ആളുകളെ വിശ്വസിക്കുന്നവർ അവരെ മുസ്ലിമായി കൊണ്ട് പരിഗണിക്കുക സാധ്യമല്ല എന്നാണ് പ്രമാണങ്ങളിൽ നിന്നൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.